ഹലോ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ പള്ളി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു നമുക്ക് ജസ്റ്റ് നെല്ലിയാമ്പതി വരെ പോകാമെന്ന്. നമ്മൾ കുറച്ച് ദിവസമായില്ലേ ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പം നമ്മൾ ഒരുപാട് തവണ വന്നാണെങ്കിൽ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് നേരെ നമ്മുടെ നെല്ലിയാമ്പതിക്കാണ് വന്നേക്കുന്നത്. പ്രത്യേക സാധനങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, പെട്ടെന്ന് തന്നെ വന്നതാണ്. സോ നമുക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോവാം. നമ്മളങ്ങനെ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നേരെ പള്ളി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ വന്നുകൊണ്ട് തന്നെ അടിപൊളി ക്ലൈമറ്റ് കിട്ടി കേട്ടോ. ഇന്ന് സൺഡേ ആണ്, ജൂൺ 28 കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും നെല്ലിയാമ്പതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടിലൻ ക്ലൈമറ്റ് കിട്ടും. 1 മണി നേരത്തൊക്കെ ദൈവമേ എന്തൊരു കോടയായിരുന്നു, സൂപ്പറായിരുന്നു കാണാൻ. ഞാൻ നെല്ലിയാമ്പതി പലവട്ടം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല മോർണിംഗിലൊക്കെ എത്തിയാലേ ഞാൻ ഈ കോട കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം മഴയും എല്ലാം കൂടി ഇപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം നമ്മൾ ഒരുപാട് തവണ വന്നതാണ്. ജസ്റ്റ് നമ്മളൊന്ന് പുറത്തിറങ്ങി ഒന്ന് ചുമ്മാ നെല്ലിയാമ്പതി ക്ലൈമറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നു. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റ് കിട്ടി എന്നുള്ളതാണ്. ടൗണിലൊക്കെ നെല്ലിയാമ്പതി ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്താ പറയുക, സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കാണ് പോകുന്നത്. നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നില്ല, കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി അങ്ങോട്ട് നടക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കായിരുന്നു. അപ്പോൾ അതുകാരണം നമ്മൾ ജസ്റ്റ് ആമൂസിന് ഫാമിൽ കയറി സംഭവങ്ങളൊക്കെ കാണാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോട തുടങ്ങി, ഒരു രക്ഷയില്ലാത്ത കോടയായിരുന്നു. എന്ത് രസമായിരുന്നു, അതിൻ്റെ കൂടെ മഴയും കൂടി. ഇപ്പോൾ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബാട്ടോ. നിങ്ങളിപ്പോൾ എന്തായാലും ഈ സമയത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ നെല്ലിയാമ്പതി മൂന്നാറോ വയനാടോ ഒന്നല്ല തണുപ്പെന്ന് പറയാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഈ തൃശ്ശൂരും പാലക്കാടൊക്കെ ഉള്ളവർക്ക് അധികം ദൂരമില്ലാണ്ട് പെട്ടെന്ന് തന്നെ പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നെല്ലിയാമ്പതി. അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. കേശവൻ പാറ, സീതാറാംകുണ്ട് വ്യൂ പോയിൻ്റ്, പിന്നെ ഫാം, അങ്ങനെ കുറേ ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നെല്ലിയാമ്പതിയുടെ മുമ്പത്തെ വ്ളോഗ് ഞാൻ ഇതിൽ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നെല്ലിയാമ്പതിയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നുള്ളത് കാണാം. ജസ്റ്റ് ഇങ്ങനെ വൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നവർക്ക് ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ കേട്ടോ. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട ഒരു ഓർഡർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ കാണേണ്ടത് പോത്തുണ്ടി ഡാമാണ് കേട്ടോ. പോത്തുണ്ടി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതിയിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂവിൽ അടിപൊളി വ്യൂ പോയിന്റിൽ കാണാൻ പറ്റുന്ന ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ നെല്ലിയാമ്പതിയിലേക്ക് എത്തുന്നത്. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായും ശർക്കരയും ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങും അതുപോലെ തന്നെ ഒരുപാട് റൈഡുകളൊക്കെ ഉള്ള ഡാമാണ്. അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് നേരെ സീതാറാംകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകാം. നമ്മുടെ നെല്ലിയാമ്പതിയിൽ ഏറ്റവും അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ് സീതാറാംകുണ്ട് വ്യൂ പോയിൻ്റ്. പിന്നെ നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് കേശവൻ പാറയാണ്. കേശവൻ പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നല്ല രസമുള്ള ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് എന്താ പറയുക, നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ ജീപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. 2000 രൂപയൊക്കെയാണ് കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ അതുകൊണ്ട്
മാമ്പാറ എന്നുള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകേണ്ടത്. അതും ഒരു അടിപൊളി എന്താ പറയുക, മലനിരകളും അണക്കെട്ടുകളൊക്കെ ഉള്ള ഒരു അടിപൊളി കാഴ്ചയാണ്. പിന്നെ അത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേയിലത്തോപ്പുകൾ, അതുപോലെ തന്നെ കാപ്പിത്തോട്ടങ്ങൾ, പിന്നെ ബ്രിട്ടീഷിൻ്റെ ബംഗ്ലാവ്, ഓറഞ്ച്, കാപ്പി, അതിൻ്റെയൊക്കെ തോട്ടങ്ങളാണ്. അതും നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ നോർമലി നമുക്കിതാ നമ്മുടെ ഫോറസ്റ്റ്, കാട്ടുപോത്ത്, ആന, പുള്ളിപ്പുലി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആനയുടെയൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് നെല്ലിയാമ്പതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ കുറേ വട്ടം വന്നതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പൊ അത് ഭയങ്കര ബ്ലോക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും പെരും മഴയും. നെന്മാറയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ ഏകദേശം 10ഓളം ഹെയർ പിന്നുകളാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഗ്രീൻലാൻഡ് ഫാമിൽ എത്തിയിട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നതുകൊണ്ട് കാണാൻ. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടേക്ക് പോയി കണ്ടപ്പോൾ നമ്മൾ കണ്ടത് ഈ കാഴ്ചകളാണ് കേട്ടോ. ഇതും നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. എല്ലാ വട്ടം ഞങ്ങൾ നെല്ലിയാമ്പതി വരുമ്പോഴും ഞങ്ങൾ ഈ ഫാം ഹൗസ് വിസിറ്റ് ചെയ്യാറുണ്ട്. എത്ര വട്ടം കണ്ടാലും പിന്നെയും വരാറുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയായതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഈ ഫാം ഹൗസിലേക്ക് നമുക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സോ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അടിപൊളി വ്യൂ ആട്ടോ. നമ്മുടെ ഈ ഫാം ഹൗസിലേക്ക് വന്നത് ഈ താറാവൊക്കെ ഈ വെള്ളത്തിൽ രസമാണെന്നറിയോ കാണാനായിട്ട്. നമ്മുടെ ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആമൂസിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് പ്രാവുകൾ, മുയലുകൾ, ആട്, എമു, പൂച്ച, നായകൾ, അരയന്നങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫാമിലെ കാഴ്ചകൾ ഓരോന്നായിട്ട് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ലഞ്ചും കൂടി കഴിച്ച് തിരിച്ചു പോവാണ്. പിന്നെ നമ്മളിന്ന് സ്റ്റേയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. 5 മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങണം. അതുപോലത്തെ താഴെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേ ആണെന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിട്ടത്. രാവിലെ ചെക്ക് പോസ്റ്റ് 7 മണിക്കാണ് കേട്ടോ ഓപ്പൺ ചെയ്യുള്ളൂ. പിന്നെ 5 മണിക്കുള്ളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്ന് കണ്ടു. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് വന്നുകൊണ്ട് തന്നെ പിന്നെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിതാ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ നല്ല രസമായിരുന്നു. ആമൂസിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കേട്ടോ.
ഗായ്സ് ആമോശ ചോറുണ്ടോ ഗായ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫാമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള റൂമുകളും കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ അവിടുത്തെ പാർക്കിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ മൂന്നാറും വയനാടിനേക്കാളും അടിപൊളി സ്ഥലമാണ് കേട്ടോ നെല്ലിയാമ്പതി. നമ്മൾ നെല്ലിയാമ്പതി വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്കൊന്നും പോകില്ല, കാരണം നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു ജസ്റ്റ് പള്ളിയിൽ നിന്ന് നേരെ കഴിഞ്ഞ് ജസ്റ്റ് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ആയിരുന്നു. ജസ്റ്റ് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ് നോക്കാം. ഉച്ചയാണ് ഇപ്പൊ സമയം 1 മണി. പക്ഷെ എന്തൊരു തണുപ്പാ, നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് കോടയും അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പാർക്കിൽ ഇരിക്കാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളവിടെ പോയ സമയത്ത് പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ പക്ഷെ അതൊന്നും വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആമൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇഷ്ടമായി ഈ സ്ഥലം. ആ ക്ലൈമറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പും എല്ലാം കൂടി ഇപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾ എന്തായാലും ഈ സമയത്ത് നെല്ലിയാമ്പതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ആ കിടിലൻ ക്ലൈമറ്റും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കുക. അധികം ദൂരം ഇല്ലാത്തവർക്ക് നല്ല രസമാണ്. നേരത്തെ പറഞ്ഞാൽ ഈ മൂന്നാറും അതുപോലെ തന്നെ ഊട്ടിയൊന്നും പോകണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതിയിൽ പോയാലും അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടുണ്ട്. പിന്നെ ഇത് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടേക്കാണ് നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റ് അവിടേക്ക് നടന്നു പോകാം കേട്ടോ. നമ്മളിതാ ഈ ഫാം ഹൗസിൻ്റെ അവിടെ തന്നെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ആ വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. ആ വ്യൂ പോയിന്റിലേക്ക് ഈ വഴി ഇറങ്ങാം, അല്ലാണ്ട് മെയിനായിട്ടുള്ള അപ്പുറത്തെ സൈഡിൽ കൂടി ഇറങ്ങാം കേട്ടോ. അപ്പോൾ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അകലിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ, എന്നാലും അതിൻ്റെ തൊട്ടടുത്തായിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇത് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നമ്മളിതാ നെല്ലിയാമ്പതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മണിക്ക് മുമ്പ് തന്നെ തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചിറങ്ങാണ്, വേറെ എവിടേക്കും പോകണില്ല. അപ്പോൾ നമുക്കിനി താഴേക്ക് പോവാം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ നമ്മൾ പോയ സമയത്ത് ഇറങ്ങാത്ത കുറേ സ്ഥലങ്ങളിൽ നമ്മൾ തിരിച്ച് പറഞ്ഞ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാ വെള്ളച്ചാട്ടവും കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 5 മണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലങ്ങളിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുമായിരുന്നു. സോ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പക്ഷെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.